2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. പൂരാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. പോലീസ് പരാതികളോ കേസോ നിലവിലുണ്ടെങ്കിൽ അതിൽ ശിക്ഷ കിട്ടും എന്നുള്ള ഭയം വേണ്ട. അത് മിക്ക കേസുകളും കോടതിക്ക് വെളിയിൽ വെച്ച് ഒത്തുതീർപ്പാകുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ ഓഫീസുകളിൽ കയറി ഇറങ്ങി എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ഇനിയും ധാരാളമായിട്ട് ഇറങ്ങേണ്ട കാര്യം വരുന്നില്ല. അതിന്റെ കാലതാമസങ്ങളെല്ലാം ഒഴിവാക്കി കിട്ടുന്നു. അതുപോലെ കൈകാൽ വേദന അങ്ങനെയൊക്കെ ഉള്ളത് മാറിക്കിട്ടുന്നു. വാതരോഗം പോലുള്ള അസുഖങ്ങളുള്ളവർക്കും സുഖം പ്രാപിക്കുന്നു. കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുദോഷമോ മറ്റെന്തെങ്കിലും ദോഷമോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മാറിക്കിട്ടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വാഹന അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലും പരിക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അധിക സമയം സ്പീഡ് കൂടുതലായി ഓടിയിരുന്നാലും നിങ്ങൾ 2-3 അല്ലെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ അവിടെ നേരത്തെ എത്തുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുമൂലം നിങ്ങൾക്കുണ്ടാകുന്ന അപകടം ഭയങ്കരമായിരിക്കും. വളരെ ശ്രദ്ധിക്കുക. ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളൊക്കെ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ ജോലിയോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ തരക്കേടില്ലാത്ത നല്ലൊരു ജോലിയോ ലഭിക്കുന്നതിനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നു. മക്കൾക്ക് വിദേശ പഠനത്തിന് സാധ്യത തെളിഞ്ഞ് അവർക്ക് പോകാൻ സാധിക്കുന്നു. അതിന്റെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. മനസ്സിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടി സന്തോഷമുണ്ടാകുന്നു. അതുപോലെ തന്നെ ചിലർക്ക് മാനസികമായി ചില അസുഖങ്ങൾ ഉണ്ടാകാം. ഡിപ്രഷൻ പോലുള്ള മനോവിചാരങ്ങൾ ഉണ്ടാകുന്നു. അത് മാറിക്കിട്ടുന്നു. പിണങ്ങി കഴിയുന്ന ദമ്പതിമാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് സാധിക്കുന്നു. മിത്രങ്ങളോടും ബന്ധുക്കളോടുമുള്ള ചില കലഹങ്ങളും വിരോധങ്ങളൊക്കെ മാറി ഐക്യത്തിലേക്ക് വരുന്നതിനും അതുപോലെ പൊതുവെ കുടുംബത്തിലെ ഒരു ഐക്യവും മനസമാധാനവും സമൃദ്ധിയും ഒക്കെ ലഭിക്കുന്ന ഐശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അത് കൂടുതലും വയർ സംബന്ധിച്ചുള്ള ചില അസുഖങ്ങളാണ് കാണുന്നത്. അതുപോലെ കണ്ണിനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദേഹോദ്രവം ഏൽക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ മാനഹാനി, അപമാനം എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി 16 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് അവർക്ക് വിദ്യാഭ്യാസം അവർക്ക് ആരംഭിക്കുന്നതിനൊന്നും ഒരു തടസ്സം കാണുന്നില്ല. അത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ചില രോഗങ്ങൾ ഉണ്ടാകാമെങ്കിലും അതൊന്നും ഗുരുതരാവസ്ഥയിലേക്ക് വരുന്നില്ല. എങ്കിലും വൈദ്യസഹായം തേടേണ്ടതാണ്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പല സഹായങ്ങളും സർക്കാരിൽ നിന്ന് ലഭിക്കാം. ഇഷ്ടപ്പെട്ട വാഹനം കുടുംബത്തിന് വാങ്ങുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് കുടുംബത്തിന് ഒരു വീട് ലഭ്യമാകുന്നതിന് സാധ്യതയുണ്ട്. ഒന്നീ ആ വീട് ഇവർക്ക് കുടുംബ സ്വത്ത് വീതം വെച്ച് കിട്ടുന്നതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ കുട്ടിയുടെ അച്ഛനമ്മമാർ വാങ്ങുന്നതായിരിക്കാം. പിന്നെ ഇതിൽ അപൂർവം ചില പൂരാട നക്ഷത്രക്കാരുടെ അച്ഛനമ്മമാർ, എല്ലാവരുടെ അല്ല, അപൂർവം ചിലരുടെ അച്ഛനമ്മമാർ തമ്മിൽ പിണങ്ങുന്നതിനും വഴക്കുണ്ടാകുന്നതിനും ചിലര് എന്നേക്കുമായി ബന്ധം ഏർപ്പെടുത്തി മാറി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ ചിലർക്ക് ഭൂമി ആയിട്ട് ലഭിക്കാം, ധനമായിട്ട് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇനി കൃഷി ആണ് ഉപജീവന മാർഗം, തോട്ടമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു ആദായം അവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ കുറച്ച് ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബസമേതം മാറി താമസിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് ചില ദുഃഖങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുണ്ട്. വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ ഈ സമയം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ ആദ്യം ഉണ്ടാകാമെങ്കിലും പിന്നീട് അതെല്ലാം നേരെയായി തുടർ വിദ്യാഭ്യാസം നടത്തുന്നതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് ചില പൂരാട നക്ഷത്രക്കാർക്ക് കുറവ് വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് വൈദ്യസഹായം സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ സമയം കേസ് തുടങ്ങുന്നു എങ്കിൽ അത് വിജയ സാധ്യത കുറവാണ്. അത് നല്ലൊരു വക്കീലാണ് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ചിലർക്ക് പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വനമേഖലയിൽ സഞ്ചരിക്കുന്നതിനും ഈ സമയം ഒരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് അസുഖങ്ങളൊക്കെ വരാം. ആയതിനാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പം ഗുരുതരമായാൽ ബുദ്ധിമുട്ടുണ്ടാക്കാം. 22 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള പൂരാട നക്ഷത്രക്കാർക്ക് ഭൂമിയും വളർത്തുമൃഗങ്ങളും ലഭ്യമാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും അത് യോഗം അവർക്ക് ഈ സമയം കാണുന്നുണ്ട്. ചിലർക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാം.
ചിലർക്ക് തൊഴിലിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിനാൽ അപ്പൊ ആദ്യം ഒരു നല്ല തൊഴിൽ ലഭിക്കും, പക്ഷെ അത് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതിനാൽ അതിനെ ഉപേക്ഷിച്ച് വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഈ സമയം ചിലർക്ക് ശത്രുവർദ്ധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നതിന് ഒരു കാരണമാകാം. ഈ സമയം ഒരു വാഹനം വാങ്ങുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ നാട്ടിൽ നിന്ന് മാറി അകലെ താമസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിന് നിവൃത്തി ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വീടും സ്ഥലവും ഇതിപ്പോ നിങ്ങളുടെ ജോലി സ്ഥലവും നിങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായിട്ട് വീടുമായിട്ട് ഒരു യോജിപ്പിൽ പോകുന്നതിന് സാധിക്കുന്നു. പോയി വരേണ്ട എളുപ്പം കൊണ്ടാകാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടുന്ന ആയിട്ടുള്ള ഒരു നല്ല സമയമാണ്. ഈ സമയം ശ്രദ്ധിക്കേണ്ടത് മോഷ്ടാക്കളെയാണ്. കാരണം നിങ്ങളുടെ പല വിലപ്പെട്ട രേഖകളും സ്വർണം, പൈസ അല്ലെങ്കിൽ മറ്റുള്ള രേഖകളൊക്കെ ഇപ്പോൾ നിങ്ങൾ മറന്നു വെച്ചിട്ട് എവിടെയെങ്കിലും മറന്നു വെച്ചിട്ട് പോകാനോ അല്ലെങ്കിൽ മോഷണം പോകാനോ സാധ്യതയുള്ളതിനാൽ വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ടതാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ മിത്രങ്ങളിൽ നിങ്ങളെ ഉറ്റ മിത്രം ആരെങ്കിലും ഒരാൾ മരണപ്പെടുവേണ്ട ഒരു സാധ്യതയും ചില പൂരാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. 32 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് കേസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സമയം കേസുകൾ തുടങ്ങിയാൽ വിജയിക്കേണ്ട സാധ്യത ഏതാണ്ട് കൂടുതലായിട്ടാണ് കാണുന്നത്. നിലവിൽ കേസ് ഉണ്ടെങ്കിൽ അതിലും വിജയം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചിലർക്ക് അത്യാവശ്യമായി ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ചതവ്, വഞ്ചന എന്നിവയിലൊക്കെ നിങ്ങളെ പെടുത്താൻ സാധ്യതയുള്ളതിന് ഈ സമയം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളൊക്കെ ഉള്ളത്, അതിര് തർക്കമോ വസ്തു തർക്കമോ ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ പരിഹരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പണം ലഭിക്കേണ്ട സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ഈ സമയം ശ്രദ്ധിക്കേണ്ടത് തീപ്പൊള്ളലേക്കാണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇലക്ട്രിക്കൽ വൈദ്യുതിയിൽ നിന്ന് ഷോക്ക് ഏൽക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചിടപെടേണ്ടതാണ്. വീട് നിർമ്മാണത്തിലിരിക്കുന്നവരുടെ വീടാണെങ്കിൽ അത് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ സാധിക്കുന്നു. അതുപോലെ നിങ്ങളൊരു സൈന്യത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി നിങ്ങൾക്ക് കൃത്യമായി ചെയ്തു തീർക്കാൻ, അതുമൂലം നിങ്ങൾക്ക് പല അവാർഡുകൾ കിട്ടുന്നതിനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഒരു മിഷൻ പരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. എല്ലാ കാര്യത്തിനും വിവേകപരമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതാണ്. എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുക എന്നതാണ് നല്ലത്. 39 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ശരീരത്തിന് ഒടിവ്, ചതവ് എന്നിവ വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് വാഹനത്തിൽ നിന്ന് മാത്രമല്ല അല്ലാതെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. കാരണം ഈ സമയം ഒരു സർജറി കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ സർജറി ഒഴിവാക്കാൻ സാധിക്കൂ. ചുരുക്കം ചിലർക്ക് ഈ സമയം ഇപ്പൊ ഇങ്ങനെ സർജറിയൊക്കെ വന്നു കിടന്നാൽ അവർക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പ്രയാസങ്ങൾക്കിടയിലും എത്ര പ്രയാസപ്പെട്ടായിരുന്നാലും ഇവർക്ക് സന്തോഷിക്കേണ്ട ഒരു വക ഈ സമയം അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ സമയം നിങ്ങൾ അപകടമൊന്നും സംഭവിക്കാത്ത ആളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷ്യവിഷബാധ നല്ല കനത്ത രീതിയിൽ ഒരു ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട വാഹനം നിങ്ങൾക്ക് ഇവിടെയും സ്വന്തമാക്കാൻ ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ വലിയ വലിയ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ സുരക്ഷാ നടപടി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ജലത്തിൽ വെച്ച് ഈ സമയം ഒരു അപകടം കാണുന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. 57 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിലെ കഷ്ടതകൾക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ച് പ്രയാസങ്ങൾ, നേരത്തെ അപകടപ്പെട്ടു അല്ലെങ്കിൽ പല രീതിയിലുള്ള അപകടങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന, ആ പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ചിലപ്പം ഒരു ഉപജീവന മാർഗം അല്ല, വേറെ അഡീഷണൽ ആയിട്ട് ഒരു ഉപജീവന മാർഗവും കൂടി നിങ്ങൾക്ക് കണ്ടെത്തുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മദ്യപാനത്തിനും മറ്റു ലഹരിക്കും നിങ്ങൾ അടിമയല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയം ധാരാളം സമ്പാദിക്കാനും ജീവിതം ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കുന്നതിന് സാധിക്കും. ചിലരാണെങ്കിൽ ആത്മീയതയിലേക്ക് തിരിയുന്നതിനും ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് അംഗീകാരങ്ങൾ, അവാർഡുകളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത ചില പൂരാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് ഈ സമയം അവർക്ക് യോഗം ഉണ്ട്. അതുപോലെ ഉത്തമമായ നിക്ഷേപ പദ്ധതികളിൽ ചേർന്നിട്ടുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ധാരാളം അവർക്ക് ആദായം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ചിലർക്ക് ചില കോടതി കേസുകളിൽ നിലവിലുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിജയം ലഭിക്കുകയും വസ്തുവോ അല്ലെങ്കിൽ പണമോ ലഭിക്കാനുണ്ടെങ്കിൽ തിരികെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുപോലെ ആയുധങ്ങളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്.
73 വയസ്സിന് മുകളിലോട്ടുള്ള പൂരാടം നക്ഷത്രക്കാർക്ക് ചില ആൾക്കാർക്ക് വാദം പോലുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൈകാൽ വേദന അങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നതിന് ഒരു യോഗമുണ്ട്. അതുപോലെ പാപകർമ്മങ്ങളിൽ സമയം ചെയ്യാണ്ടിരിക്കുക, ഒരു ജീവികളെയും കഴിയുന്നതും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാണ്ടിരിക്കുക. ശുഭകരമായ സ്വപ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുന്നെങ്കിൽ കുഴപ്പമില്ല. അശുഭകരമായ സ്വപ്നങ്ങളാണ് നിങ്ങൾ അടിക്കടി കാണുന്നെങ്കിൽ ഒരു സ്വപ്നം വിശകലനം ചെയ്യുന്ന ഒരു ജ്യോത്സ്യ പണ്ഡിതനെ കണ്ട് അദ്ദേഹത്തിനെ സമീപിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിനോട് പറയുക, അത് എന്താണ് സംഭവിക്കാൻ പോകുന്നതിന് ഒരു മുന്നറിയിപ്പാകാം. അതുപോലെ ചിലർക്ക് ഈ സമയം വിദേശത്ത് പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് വളരെ ഗുണകരമായ ഒരു കാലമാണ്. വ്യവസായം വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ നല്ല ഒരു സമയമാണ്. ധാരാളം സമ്പാദിക്കാൻ സാധിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാനും സാധ്യത കാണുന്നു. അശുഭകരമായ ചില കാര്യങ്ങൾ നടക്കുന്നതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്നെങ്കിൽ ഒരു ജ്യോത്സ്യനെ നിങ്ങൾ സമീപിച്ചിട്ട് ആ സ്വപ്നം വിശകലനം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ സെപ്റ്റംബർ മാസത്തിൽ സൂര്യനും ബുധനും കേതുവും കൂടി ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ അവർക്ക് അതിനെ ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. ഈ യോഗം സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭ്യമാവുക. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ്. ചിലർക്ക് ഗുണമുണ്ടാകാം, ചിലർക്ക് ദോഷഫലങ്ങളായിരിക്കാം ലഭിക്കുക. അതായത് കരിയറിൽ, അതായത് ബിസിനസ്സിലൊക്കെ പുതിയ രീതിയിൽ ഒരു ആശയം എടുക്കാൻ സാധിക്കും. ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമ്പോൾ അതിൽ ആശയക്കുഴപ്പം വരുന്നു, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ആ തടസ്സങ്ങളെ മാറ്റി നിങ്ങൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച വിജയം കണ്ടെത്താൻ സാധിക്കുന്നു. വാദം, പിത്തം, കഫം മുതലായവയുടെ സന്തുലിതാവസ്ഥയ്ക്കുള്ള വ്യത്യാസം മൂലം ചില അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മാനസിക സംഘർഷം ഉണ്ടാകാം. അതായത് മാനസികപരമായിട്ട് പിരിമുറുക്കാൻ, ഡിപ്രഷൻ മുതലായവർക്ക് അത് കൂടുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നാഡീവ്യൂഹവുമായി ബന്ധമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഉറക്കക്കുറവ്, കൂടുതൽ ഉണ്ടാകാം, മറവി ഉണ്ടാകാം. അതൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ സൂര്യൻ സ്വന്തമായി ഉള്ള രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയം ആയിരുന്നതിനാൽ കുറച്ച് ആത്മവിശ്വാസവും ഇതെല്ലാം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സമൂഹത്തിൽ അംഗീകാരവും നേതൃത്വ സ്ഥാനത്തേക്കൊക്കെ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. എന്നാൽ കേതുവിന്റെ സ്വാധീനം ചിന്തകളെയും ഈഗോകളെയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ സൂര്യനും കേതുവും കൂടി യോഗം ചെയ്യുകയാൽ ലൗകിക സുഖങ്ങളിൽ നിന്ന് ചിലർ പിന്മാറുകയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതൊക്കെ താൽക്കാലികം മാത്രമാണ്. ബുധനും കേതുവിനോട് ചേരുന്ന സമയത്ത് നമ്മുടെ വിശകലന ശേഷി കൂടുന്നു. എന്തും സന്ദേശമാകട്ടെ എന്തുമാകട്ടെ വളരെയധികം കീറിമുറിച്ച് അതിന്റെ എല്ലാം പഠിക്കുന്നതിനേക്ക് വേണ്ടിയുള്ളതിനാൽ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ സാധിക്കാതെ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഇതെല്ലാം താൽക്കാലികമാണ്. അതുമൂലം ചില ബന്ധങ്ങളിലും തകരാറ് വരുന്നതിന് സാധ്യതയുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം ഒരു തൽക്കാല ഫലങ്ങൾ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഈ മാസം ഫലങ്ങൾ മാത്രമാണ്. അതായത് ഒരു കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.